നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നോ മെസ്സി നോ പ്രോബ്ലം, നോ മെസ്സി നോ പാർട്ടി, നോ നെയ്മർ നോ പ്രോബ്ലം, നോ നെയ്മർ നോ പാർട്ടി, നോ CR7 നോ പ്രോബ്ലം, നോ CR7 നോ പാർട്ടി. ഇത് നമ്മുടെ തമ്പനയിൽ വരുമ്പോഴൊക്കെ ഒരു വിഭാഗത്തിനല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ഫാൻസിന് അത്ര ദഹിക്കാറില്ല. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. മാധ്യമങ്ങൾ ഇവർ കളിക്കാത്ത മത്സരങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ എടുത്താൽ മതി. മെസ്സി ഇല്ലെങ്കിൽ ഇൻ്റർ മയാമി എന്താകും, മെസ്സി ഇല്ലെങ്കിൽ നെയ്മർ ഇല്ലെങ്കിൽ സാൻഡോസ് എന്താകും, CR7 ഇല്ലെങ്കിൽ അൽ നസർ എന്താകും, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അവരില്ലാതെ ആ ടീം വിജയിച്ച് കയറുമ്പോൾ ആ കളിക്ക് അവരുടെ സേവനം ആവശ്യമില്ലാതെ തന്നെ ജയിച്ച് കയറി എന്നുള്ളത് ആ ടീമുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഇന്നിപ്പോൾ ടൈഗേഴ്സ് UANL-ഉമായിട്ട് ലീഗ്സ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇൻ്റർ മയാമി 2-1 വിജയിച്ച് കയറുമ്പോൾ നോ മെസ്സി നോ പ്രോബ്ലം എന്ന് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. മെസ്സി ഇല്ലാതെ അവർ വിജയിച്ച് കയറി എന്നുള്ളതാണ്. ഇനി ഈ കളി മാത്രമാണോ? മെസ്സി ഇല്ലാത്ത കളികളിൽ ഇൻ്റർ മയാമിയുടെ പ്രകടനത്തിൻ്റെ കണക്കൊന്ന് നമ്മൾ എടുത്തു നോക്കുകയാണ്. അപ്പം അറിയാമല്ലോ നോ മെസ്സി നോ പ്രോബ്ലം ആണോ, നോ മെസ്സി നോ പാർട്ടി ആണോ എന്നുള്ളത്. കൃത്യമായ കണക്കിലേക്ക് പോകാം. ലിയോ മെസ്സിക്ക് ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ്. അതിപ്പോൾ 2022 വേൾഡ് കപ്പിന് ശേഷം തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. അത് ആര് നിഷേധിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. വളരെ അധികം മത്സരങ്ങൾ അദ്ദേഹം മിസ് ചെയ്യുന്നുണ്ട്. പരിക്ക് പറ്റിയിട്ട് ഒരുപാട് കളികൾ മിസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ മെസ്സി അവിടെ എത്തിയതിന് ശേഷം ജൂലൈ 2023 ഇൻ്റർ മയാമിയിൽ എത്തിയത്. അതിനുശേഷം 105 മത്സരങ്ങളാണ് ഇൻ്റർ മയാമി ആകെ കളിച്ചത്. ഇന്നത്തെ കളി കൂടി കൂട്ടി അതിൽ മെസ്സി കളിച്ചത് 71 കളികൾ മാത്രമാണ്. 34 കളികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/3 കളികൾ അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്ക് ഇങ്ങനെ റിക്കറിങ് ആണ്. ചിലപ്പോൾ കാഫ് മസിലിന് ഇഞ്ചുറി വരുന്നു, അല്ലെങ്കിൽ തുടയുടെ ഭാഗത്ത് ഇഞ്ചുറി വരുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഈവൻ അർജന്റീനയുടെ കളികൾ പോലും അദ്ദേഹം മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കേണ്ടത്. 38 വയസ്സായല്ലോ, സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, പ്രശ്നങ്ങളും പരിക്കുകളും ഒക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് ഈ റിട്ടയർമെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചകളും വരുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, മെസ്സി എത്തിയതിന് ശേഷം ഇൻ്റർ മയാമി 105 കളികൾ കളിച്ചതിൽ മെസ്സി 31 കളികളാണ് കളിച്ചത്. 71 കളികളാണ് കളിച്ചത്. 34 കളികൾ മെസ്സി മിസ് ചെയ്തു. ഈ 34 കളികളുടെ റിസൾട്ട് നോക്കിയാൽ മതിയല്ലോ നോ മെസ്സി നോ പ്രോബ്ലം ആണെന്ന് അറിയാൻ വേണ്ടി. 34 കളികളിൽ അവർ 17 കളികൾ ജയിച്ചു, 10 കളികൾ തോറ്റു, 6 കളികൾ സമനിലയായി. അതായത് 60-ന് മുകളിലാണ് അവരുടെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് പെർസെൻറ്റേജ്. വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ തോൽക്കാത്തതിൻ്റെ കണക്ക് നോക്കുമ്പോൾ 60-ന് മുകളിലാണ് എന്നുള്ളത് നോക്കുക. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കാണ്. മെസ്സി ഇല്ലാതെ കളിച്ചതിൽ വമ്പൻ തോൽവി. അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരെ 5-2 തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ US ഓപ്പൺ കപ്പ് ഫൈനൽ തോറ്റിട്ടുണ്ട്. ഇത് നമ്മൾ ഓർക്കുന്നു. അതേസമയം മെസ്സി ഇല്ലാതെ ഹൂസ്റ്റൺ ഡൈനാമോക്കെതിരെ കോൺകക്കാഫ് 2025 4-1 ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മത്സരം 4-1 വിജയം ഹോങ്കോങ്ങിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിജയങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പോഴാ മെസ്സി ഇല്ലാതെ ലീഗ്സ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ അവർ കടന്നു പോകുന്നു. സോ സംഗതി വളരെ കൃത്യമാണ്. കൺക്ലൂഷൻ ഇതാണ്: ഈവൻ വിത്തൗട്ട് മെസ്സി ഇൻ്റർ മയാമി റിമെയിൻസ് കോമ്പറ്റിറ്റീവ്. മെസ്സി ഇല്ലെങ്കിൽ പോലും ഇൻ്റർ മയാമി ഇപ്പോൾ ഈ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ കോമ്പറ്റിറ്റീവ് ആണ്. ബട്ട് വിത്ത് ഹിം ഓൺ ദി ഫീൽഡ് ദി ലെവൽ റൈസ് എ ലോട്ട്. അത്രേ വ്യത്യാസമുള്ളൂ. മെസ്സി ഉണ്ടാകുമ്പോൾ അവരുടെ നിലവാരം ഒരുപാട് ഉയരത്തിലേക്ക് പോകും. പക്ഷെ മെസ്സി ഇല്ലാന്ന് കരുതി ഇൻ്റർ മയാമി 0 അല്ല, കോമ്പറ്റിറ്റീവ് ആണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.